ബേലി പെരുന്നാൾ സമയത്ത് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന UAE പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. ഒരു ദിവസത്തെ ശമ്പളത്തോടു കൂടിയ അവധി മാത്രം ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ തുടർച്ചയായി 9 ദിവസത്തെ വലിയൊരു അവധിക്കാലം പ്രവാസികൾക്ക് സ്വന്തമാക്കാം. പെരുന്നാൾ സമയത്ത് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന UAE പ്രവാസികൾക്ക് സന്തോഷ വാർത്തയുണ്ട്. ഒരു ദിവസത്തെ ശമ്പളത്തോടുകൂടി അവധി മാത്രം ബുദ്ധിപരമായി ഉപയോഗിക്കുകയാണെങ്കിൽ തുടർച്ചയായി 9 ദിവസത്തെ വലിയൊരു അവധിക്കാലം തന്നെ പ്രവാസികൾക്ക് സ്വന്തമാക്കാനാകും. ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കുന്നതിന് മുമ്പേ തന്നെ ഈ പ്ലാൻ പ്രയോജനപ്പെടുത്തുന്നത് വഴി കുടുംബത്തോടൊപ്പം നാട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കാനും സാധിക്കും. കണക്കുകൂട്ടലുകൾ പ്രകാരം 2026 അറഫ ദിനവും ഈദ് അൽ അദ്ഹയും മെയ് അവസാന വാരത്തിലാണ് വരുന്നത്. സാധാരണയായി ശനി ഞായർ ദിവസങ്ങളിൽ വാരാന്ത്യ അവധി ലഭിക്കുന്നവർക്ക് ഇതോടൊപ്പം മെയ് 30, 31 തീയതികളിൽ കൂടി ലഭിക്കും. അതായത് ഔദ്യോഗികമായി തന്നെ 6 ദിവസത്തെ അവധി ഉറപ്പാണ്. നാട്ടിൽ പോകുന്ന പ്രവാസികൾക്ക് ഈ 6 ദിവസം 9 ദിവസമായി വർദ്ധിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴിയുമുണ്ട്. മെയ് 25 തിങ്കൾ ഒരു ദിവസം മാത്രം വാർഷിക അവധിക്ക് അപേക്ഷിച്ചാൽ മതിയാകും. മെയ് 22 വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞിറങ്ങിയാൽ മെയ് 23 പുലർച്ചെയുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് തിരിക്കാനുള്ള ഒരു ഓപ്ഷനുമുണ്ട്. തിരികെ ജൂൺ 1 തിങ്കളാഴ്ച മാത്രം ജോലിയിൽ പ്രവേശിച്ചാലും മതിയാകും. പ്രവാസികൾ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ കമ്പനികളിലെ ലീവ് പോളിസി വർക്കിംഗ് ഡേയ്സ് അടിസ്ഥാനത്തിലാണെങ്കിലും ഈ ഒരു ദിവസത്തെ ലീവ് മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിൽ കുറയുകയുള്ളൂ. എന്നാൽ കലണ്ടർ ഡേയ്സ് അടിസ്ഥാനത്തിലുള്ള പോളിസി ആണെങ്കിൽ ഇടയിലുള്ള പൊതു അവധികളുടെ കാര്യത്തിൽ HR വിഭാഗവുമായി സംസാരിച്ച് വ്യക്തത വരുത്തുന്നതും നന്നായിരിക്കും. ഈദ് കാലത്ത് വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എത്രയും വേഗം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതും ലീവിന് അപേക്ഷിക്കുന്നതുമൊക്കെ പ്രവാസികൾക്ക് വളരെ ഗുണകരമാകും. ചന്ദ്രപ്പിറവിക്ക് വിധേയമായ ഔദ്യോഗിക തീയതികളിൽ മാറ്റം വരാമെന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.